Hello viewers, ഈ വീഡിയോയിൽ നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. കട്ട്ലറ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ചിക്കൻ വേണം. ചിക്കൻ വേവിച്ച് വെച്ചതാണ്. അത് ബോൺ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഉപ്പും മുളകും കുരുമുളകും ചേർത്ത് വേവിച്ച് ബോൺ കളഞ്ഞു വെച്ചതാണ്. പിന്നെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് മാഷ് ചെയ്ത് വെച്ചതാണ്. ഉപ്പിട്ടിട്ടില്ല പൊട്ടറ്റോയിൽ. പിന്നെ മസാലപ്പൊടികൾ ഇതൊക്കെയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളക് മസാലപ്പൊടികൾ, കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല. പിന്നെ വറുത്ത് കോരാനായിട്ട് ബ്രെഡ് ക്രംസും കോൺഫ്ലോറും പിന്നെ ആവശ്യത്തിന് എണ്ണയും. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ആദ്യം ഇടാം. സവാള ഒന്ന് വാട്ടി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഇതൊന്ന് വാട്ടിയെടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് വാട്ടി കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ഞാനിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. അത് ഞാൻ എൻ്റെ ഒരു പാകത്തിനായി ചേർത്തിട്ടുള്ളത്. മസാലപ്പൊടികളൊന്ന് പിടിച്ച് കഴിയുമ്പോൾ അതിലേക്ക് മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കനും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടൊന്ന് തണുക്കാൻ വയ്ക്കാം. കൈകൊണ്ട് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. ഏകദേശം ചൂട് തണുത്ത് കഴിയുമ്പോൾ അത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഇതിന് വറുത്ത് കോരണം. അതിനായിട്ട് കോൺഫ്ലോർ വെള്ളം ചേർത്ത് ഈ ഒരു പാകത്തിനാക്കിയിട്ടുണ്ട്. അതിൽ ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് ഇതുപോലെ ഒന്ന് അതും കൂടെ ഒന്ന് മുക്കിയെടുത്ത് വെക്കുക എല്ലാം. ഇനി ഇത് നമുക്ക് വറുത്ത് കോരാം. എണ്ണ ഒരു മീഡിയം ചൂടായി കഴിയുമ്പോൾ വറുത്ത് കോരാം. ഒന്ന് തിരിച്ച് മറിച്ചിട്ട് വറുത്തിട്ട് അത് കോരിയെടുക്കാം നമുക്ക്. കട്ട്ലറ്റ് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് വറുത്ത് കോരാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിലിടണം. താങ്ക് യു.